ഹായ്, നമസ്കാരം. ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അധികം ആരും ചിന്തിക്കാത്ത എന്നാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റിനെ പറ്റിയാണ്. മനുഷ്യബന്ധങ്ങൾ എന്ന് പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്ത് താങ്ങും തണലുമായിട്ട് നിലനിൽക്കേണ്ടതാണ്. പക്ഷേ നമ്മുടെ ബന്ധങ്ങൾക്കിടയിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മളെ ചുറ്റിപ്പറ്റി കുറേ ബന്ധങ്ങളുണ്ട്. ബന്ധങ്ങൾ എന്ന് പറയുന്നത് രക്തബന്ധങ്ങൾ മാത്രമല്ല, ഫ്രണ്ട്ഷിപ്പായിട്ടും അല്ലാത്തതും അങ്ങനെ കുറേ ബന്ധങ്ങൾ നമ്മളെ ചുറ്റിപ്പറ്റി ഉണ്ടാവും, ഒരു വ്യക്തിയെ ചുറ്റിപ്പറ്റി ഉണ്ടാവും. അങ്ങനെ നോക്കുമ്പോൾ ഒന്ന് സൂക്ഷിച്ചു നോക്കുകയാണെങ്കിൽ ചില വ്യക്തികളൊക്കെ മറ്റുള്ളവരുടെ സപ്പോർട്ട് കൊണ്ടായിരിക്കും നിലനിൽക്കുന്നത്. ഈവൻ നമ്മളാണെങ്കിലും മറ്റുള്ളവരുടെ ചില സപ്പോർട്ട് കൊണ്ടായിരിക്കും നിലനിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ ചില ബന്ധങ്ങൾ അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യുമ്പോഴും ചില ബന്ധങ്ങൾ സപ്പോർട്ട് സ്വീകരിച്ചും നിലനിൽക്കുന്നുണ്ട്. അതായത് അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ എപ്പോഴാണ് ഇത് മനസ്സിലാക്കുന്നത്? എന്ന് ഈ താങ്ങ് ഇല്ലാതാകുന്നോ അല്ലെങ്കിൽ എന്ന് നമുക്ക് ഈ സപ്പോർട്ട് ഇല്ലാതാകുന്നോ അപ്പോഴായിരിക്കും നമ്മൾ ഇത് ചിന്തിക്കാൻ തന്നെ തുടങ്ങുന്നത്. അപ്പോഴാണല്ലോ നമുക്ക് കുറവുകൾ വരുന്നത്. ആ സമയത്ത് നമ്മൾ ചിന്തിച്ചു തുടങ്ങും, ഈ വ്യക്തി ആയിരുന്നു എന്നെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്തിരുന്നത്. ഞാൻ പറയുന്നത് ഫിനാൻഷ്യലി മാത്രമല്ല, ഫിസിക്കലി, മെൻ്റലി, ഫിനാൻഷ്യലി സപ്പോർട്ടുകൾ ആവശ്യമാണ് ഒരു മനുഷ്യബന്ധത്തിന്. അപ്പോൾ ഈവൻ ഒരാളൊരു പ്രശ്നത്തിലാകുമ്പോൾ അയാളുടെ പ്രശ്നങ്ങൾ ഒന്നും പറയാതെ ഇരുന്നൊന്ന് കേൾക്കുന്നതും അതൊരു സപ്പോർട്ട് തന്നെയാണ്. അപ്പോൾ ചെറിയ ചെറിയ രീതിയിലുള്ള സപ്പോർട്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇതേപോലെ തന്നെയാണ് ചില ബന്ധങ്ങൾ നമ്മൾ കൈവിട്ടാൽ താഴെ പോകും, ചില ബന്ധങ്ങൾ നമ്മൾ കൈവിട്ടാൽ ഉയർന്നു പോകും. എന്താ അതിൻ്റെ മീനിങ്? അതായത് ചില ബന്ധങ്ങൾ നമ്മളെ തന്നെ നമ്മുടെ താങ്ങ് കൊണ്ട് തന്നെ നിൽക്കുന്നുണ്ടാകാം. അവരെ ഒരിക്കലും കൈവിടരുത്. അവരത് അറിയുന്നില്ലെങ്കിലും നമ്മൾക്കതറിയാമെങ്കിൽ നമ്മളത് കൈവിട്ടാൽ അവർ താഴെ പോകും എന്ന ബോധ്യം നമുക്കുണ്ടെങ്കിൽ ആ ബന്ധങ്ങൾ ഒരിക്കലും വിടരുത്. ഇനി ചില ബന്ധങ്ങൾ നമ്മൾ കൈവിട്ടാൽ അവർ ഉയർന്നു പോകും. അതായത് കൂട്ടിലകപ്പെട്ട കിളികളെ പോലെ ആയിരിക്കരുത് ബന്ധങ്ങൾക്കിടയിൽ. ചില ബന്ധങ്ങളെ നമ്മൾ തുറന്നു വിടുമ്പോൾ ആയിരിക്കും അവർ ഉയരങ്ങളിലേക്ക് പറക്കുന്നത്. അപ്പോൾ നമ്മൾ ചില ബന്ധങ്ങൾ നിലനിർത്തുമ്പോൾ ഏതൊരു ബന്ധങ്ങളാണെങ്കിലും അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒന്ന് ചിന്തിക്കണം, ഞാൻ കാരണം ആർക്കെങ്കിലും അവരുടെ ഉയർച്ചയെ തടസ്സപ്പെടുത്തുന്ന കാര്യങ്ങൾ ഉണ്ടാകുന്നുണ്ടോ? അങ്ങനെയുള്ള ബന്ധങ്ങളെ നമ്മൾ ഫ്രീ ആയി വിടണം, അവരുയർന്ന് പോട്ടെ. ഇനി ചില ബന്ധങ്ങൾ നമ്മൾ കൈവിട്ടാൽ താഴോട്ട് പോകുന്നുണ്ടാവും, അത് നമുക്കായിരിക്കാം അറിയാവുന്നത്. അങ്ങനെയുള്ള ബന്ധങ്ങളെ ഒരിക്കലും കൈവിടാതെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതൊന്ന് നമ്മൾ തന്നെ ഒന്ന് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കും. വലിയ രീതിയിലുള്ള സപ്പോർട്ട് ഒന്നുമല്ല ഞാൻ പറയുന്നത്, പക്ഷെ ചെറിയ ചെറിയ രീതിയിലുള്ള ചില സപ്പോർട്ടുകൾ. ചിലപ്പോൾ നമ്മളോട് സംസാരിക്കാൻ വരുന്നവരെ നമ്മൾ അവഗണിക്കുന്നുണ്ടോ? അപ്പോൾ അതൊരു സപ്പോർട്ട് ചെയ്യാത്ത അവസ്ഥയാണ്. അപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങളിലെ സപ്പോർട്ടുകളൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആരാണ് നമ്മുടെ സപ്പോർട്ട് കൊണ്ട് ജീവിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ആരുടെയൊക്കെ സപ്പോർട്ട് കൊണ്ടാണ് ഹാപ്പി ആയിട്ടിരിക്കുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്കൂ. താങ്ക് യു.